യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനുമായ മുഈൻ അലി ശിഹാബ് തങ്ങൾക്കെതിരായ വധഭീഷണിയിൽ സമസ്തയിൽ അമർഷം. ലീഗിൽ സമസ്തയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് മുഈൻ അലി തങ്ങൾ. സമസ്തയ്ക്ക് കരുത്തായി നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് സമസ്ത നേതാക്കളുടെ ആരോപണം. മഹല്ല് മദ്രസ തലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാക്കിയും ഭീഷണിപ്പെടുത്തിയും നടത്തുന്ന ഹീന നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം, മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി എന്നിവർ ആഹ്വാനം ചെയ്തു. സയ്യിദന്മാരെയും നേതാക്കളെയും വേട്ടയാടാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് ദാരിമീസ് അസോസിയേഷനും ആവശ്യപ്പെട്ടു. വധഭീഷണിയിൽ നടപടി ആവശ്യപ്പെട്ട് സമസ്ത വിദ്യാർത്ഥി സംഘടനയായ SKSSF പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. വധഭീഷണിയിൽ ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ ഏറെ കരുതലോടെയാണ് പ്രതികരിച്ചത്. പാണക്കാട് കുടുംബത്തിനെതിരായ നീക്കങ്ങൾ അംഗീകരിക്കില്ലെന്ന മുഈൻ അലി തങ്ങളുടെ പേര് പരാമർശിക്കാതെയുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സത്താർ പന്തല്ലൂരിനെ ഉന്നം വെച്ചാണെന്ന് നേതാക്കൾ സംശയിക്കുന്നു. ഭീഷണി സന്ദേശമയച്ച റാഫി പുതിയ കടവിലിനെ നേരത്തെ പുറത്താക്കിയിട്ടുണ്ടെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ പ്രസ്താവന നിലവിലെ സാഹചര്യത്തിൽ സമസ്ത മുഖവിലക്കെടുക്കുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പുതിയ വെല്ലുവിളിയായിരിക്കുകയാണ് മുഈൻ അലി തങ്ങൾക്കെതിരായ വധഭീഷണി. KT സ്വാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.